അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വൽ ഇമാമിൽ അശ്അരി വൽ ഇമാമിൽ മാതുരീദി വസായിരി അഹ്ലിൽ ഹഖ് വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതായത് അശ്അരിയ്യത്ത് വ മാതുരീദിയ്യത്ത്, ഇതിൽ നിന്ന് തിരിച്ചുപോയ പിയച്ച വിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗമാണ് ഷിയാക്കൾ, റവാഫിദ്, റാഫിദിയാക്കൾ തുടങ്ങിയ വിഭാഗം. അതിൻ്റെ ഒരു അംശം നമ്മുടെ മലബാറിലേക്ക് കൊണ്ടോട്ടി കള്ളത്തൊരീഖത്തുകാരെ മുഖേനയാണ് എത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ സന്ദേശങ്ങൾ ആദ്യമായി നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്. അന്നാസ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു, സതഫ്തരിഖു ഉമ്മത്തി 73 ഫിർഖത്തൻ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. എൻ്റെ പ്രസ്ഥാനം 73 വിഭാഗമായി വരുമെന്നും ഒരു വിഭാഗമല്ലാത്ത എല്ലാ വിഭാഗവും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ്, ഫിർഖത്തുൻ നാജിയ, ആ രക്ഷപ്പെടുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മാ അന അലൈഹി വ അസ്ഹാബി. ഞാനും എൻ്റെ സ്വഹാബത്ത് ഏത് ചര്യയിലാണോ ഉള്ളത്, ഏതൊരു വിശ്വാസം അഖായിദ് മഅമൂലാത്തിനാണോ ഉള്ളത്, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൻ്റെ പ്രസ്ഥാനം, രക്ഷപ്പെടുന്ന പ്രസ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനനു തുർമുദി കിതാബുൽ ഈമാൻ ബാബു മാ ജാഅ ഫി ഇഫ്തിറാഖി ഹാദിഹിൽ ഉമ്മ 265-ാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തി. മറ്റൊരു റിപ്പോർട്ടിൽ ഹുമുൽ ജമാഅ അസ്സുന്ന ഇബ്നു അബി ആസിം 63-ാമത്തെ ഹദീസിൽ 22-ാമത്തെ പേജിൽ കാണാം. അങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിലും കാണാം. മാ അന അലൈഹി വ അസ്ഹാബി എന്നും ഹുമുൽ ജമാഅ എന്നും ഇത്തബിയു സവാദുൽ ആലം എന്ന് സവാദുൽ ആലം എന്നും, അതുപോലെ ഇമാമുൽ ഹുദ അബുൽ ഇസിസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ ഗാഫിലീൻ, അതുപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു ദമ്മിദ് ദുനിയയിലൊക്കെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന റിപ്പോർട്ടും അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്നും സബീലുൽ മുഅ്മിനീൻ എന്നും അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ആ സത്യപ്രസ്ഥാനത്തിനോട് വിയോജിപ്പ് കാണിക്കുന്ന, മുഖാലഫത്ത് കാണിക്കുന്ന, അതിൽ നിന്ന് തിരിച്ചുപോയതായ, സത്യപ്രസ്ഥാനത്തിൽ നിന്ന് തിരിച്ചുപോയതായിരിക്കുന്ന വിഭാഗം, അവരെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു, ഇയ്യാകും വ ഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. നിങ്ങൾ അവരെ തൊട്ട് ദൂരത്താകണം, അല്ലാത്ത പക്ഷം അവർ നിങ്ങളെ പേപ്പിച്ചു കളയും, അവർ നിങ്ങളെ ഫിത്നയിൽ പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം മുഖദ്ദിമത്തുൽ കിതാബ് ബാബു നഹി അനി റിവായത്തി അനിൽ ദുഅഫാ 7-ാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സത്യത്തിൻ്റെ പ്രസ്ഥാനം, അതിൽ നാം ഉറച്ചു നിൽക്കേണ്ടതും ബാത്തിലായ പ്രസ്ഥാനത്തെ തൊട്ട് വിട്ടുനിൽക്കുകയും ചെയ്യൽ നമ്മുടെ ഒരു ബാധ്യതയാണ്. ബാത്തിലത്തായിരിക്കുന്ന ത്വരീഖത്ത്, ബാത്തിലത്തായിരിക്കുന്ന പിയച്ച വിഭാഗത്തിൻ്റെ സഹവാസം വലിയ ഡേഞ്ചറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം സുഹബത്തുൽ അസ്റാരി തൂജിബു സൂഅൽ ബിൽ അഖ്യാർ,
ഷർറിന്റെ അഹ്ലികാരോട്, ബാത്തിലത്തായ ആളുകളോട്, ദലാലത്തിന്റെ ആളുകളോട് സഹവസിക്കുമ്പോൾ അഹ്ലുൽ ഖൈറിനോടുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് ഉണ്ടായിത്തീരും. പിയച്ച പ്രസ്ഥാനക്കാരോട് സഹവസിക്കുമ്പോൾ, കള്ളത്തൊരീക്കത്തുകാരോട് സഹവസിക്കുമ്പോൾ, ബിദ്അത്തുകാരോട് സഹവസിക്കുമ്പോൾ, അല്ലെങ്കിൽ കള്ളത്തൊരീക്കത്തുകാരുടെ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഹക്കിൻ്റെ അഹ്ലുകാരോട് തെറ്റിദ്ധാരണകൾ വരും. പിയച്ച വിഭാഗക്കാരെ എതിർത്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹത്തുക്കളെ തെറ്റിദ്ധാരണകൾ അതിൻ്റെ മുഖേന ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ സുഹബത്തുൽ അശ്റാരി തൂജിബു സുഅൽ ബിൽ അഖ്യാർ, ഷർറിന്റെ അഹ്ലികാരോടുള്ള സഹവാസം അത് ഖൈറിന്റെ അഹ്ലികാരോടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി തീർക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ, പ്രത്യേകിച്ചും ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളായ 72 വിഭാഗത്തെ സംബന്ധിച്ചും അൽ മിലൽ വൻ നഹൽ എന്ന ഗ്രന്ഥത്തിൽ ഷഹ്റസ്ഥാൻ ഇമാം റഹിമഹുല്ലാ, അൽ ഫർഖ് ബൈനൽ ഫിറഖ് അബു മൻസൂർ അൽ ബഗ്ദാദി റഹിമഹുല്ലാ, അൽ ഖുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖിൽ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു, അതുപോലെ മഖാലാത്തുൽ ഇസ്ലാമിയ്യൻ ഇമാം അശ്അരി റഹിമഹുല്ലാ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കളൊക്കെ വിശദമായി രേഖപ്പെടുത്തിയതാണ്. 3-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പിയച്ച വിഭാഗങ്ങൾ 72 വിഭാഗത്തിന്റെ പേരുകളും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതിൻ്റെ ശാഖകളും അതിൻ്റെ വേസ്റ്റേജുകളുമായി ഇവിടെ ദജ്ജാൽ വരുന്നത് വരെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ പേരിൽ ഈ പിയച്ച വിഭാഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, ഷിയാക്കളെ സംബന്ധിച്ച് ഇമാമിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പിയച്ച വിഭാഗം റാഫിദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം, റവാഫിദ് എന്ന് പറയുന്ന വിഭാഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്ത് അമ്പിയാക്കളെ വിശ്വാസം അത് തന്നെയാണ്. ഖാത്തിമുൻ നബിയീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ കൊണ്ടുവന്ന ആ സത്യപ്രസ്ഥാനം, അവരുടെ വിശ്വാസം, അമ്പിയാക്കളുടെ വിശ്വാസം, ആ ഇസ്ലാമി തൗഹീദ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന അഹ്ലുൽ ഹഖ് ഇവിടെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് അഖായിദിന്റെ ഇമാമിങ്ങളായ 2 മഹത്തുക്കൾ സ്വഹാബത്തിന്റെ സന്താനപെറൽപ്പെട്ട മഹാന്മാരാണ്. സ്വഹാബത്തിന്റെ സന്താനപെറൽപ്പെട്ട മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂ മൂസൽ അശ്അരി സ്വഹാബി, അവരുടെ സന്താനപ്പെട്ട മഹാനാണ്. അതുപോലെ സയ്യിദുന ഇമാമുൽ ഹുദ അബൂ മൻസൂറിൽ മാതുരീദി, സയ്യിദുന അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സന്താനപ്പെട്ട മഹാനാണ്. ഈ മഹാന്മാര് അശ്അരിയത്ത്, മാതുരീദിയത്ത് എന്ന് അവരെ പിൻപറ്റുന്ന ആ മഹാന്മാർ അഖീദയുടെ 2 ഇമാമിങ്ങളെന്ന് റൗദത്തുൽ ബഹിയ്യ 3-ാം പേജിലും നിബ്രാസ് 229-ലും, അതുപോലെ തുഹ്ഫത്തുൽ മുഹ്താജ് 10-ാമത്തെ വാല്യത്തിലും, അതുപോലെ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുത്തെ തത്ഹീറുൽ ജിനാനി വൽ ലിസാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ 36-ാമത്തെ പേജിലും, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷൈറാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ യവാഖീത്ത് വൽ ജവാഹിർ 4-ാമത്തെ പേജിലും, അങ്ങനെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ്. അശ്അരി ഇമാം, മാതുരീദി ഇമാം, അവരെ പിൻപറ്റുന്ന അശ്അരിയത്തും മാതുരീദിയത്തും അതാണല്ലോ സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥമായിരിക്കുന്ന അമ്പിയാക്കൾ അലൈഹിമുസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബത്ത് എന്ന് പറഞ്ഞ കേന്ദ്രം, ആ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിയ, അവരുടെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തിയ മഹാമനുഷികളാണ് അശ്അരി ഇമാമും മാതുരീദി ഇമാം പോലത്തെ മഹത്തുക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. ഏതായാലും മഹാന്മാരുടെ ഇടയിലുള്ള ശാഖപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഖിലാഫല്ല, ഇഖ്തിലാഫാണ്. ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ ലക്ഷ്യം ഒന്നായിരിക്കും, റൂട്ടുകൾ വ്യത്യസ്തമായിരിക്കും. അതേ സ്ഥാനത്ത് ഖിലാഫ് ആകുമ്പോൾ ലക്ഷ്യവും വ്യത്യസ്തമാണ്, റൂട്ടുകളും വ്യത്യസ്തമായിരിക്കും. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഖ്തിലാഫിനെ സംബന്ധിച്ച് മഹാന്മാർ പഠിപ്പിച്ചത് അത് റഹ്മത്താണ്. ഇഖ്തിലാഫ് ഉലമായി ഉമ്മത്തി റഹ്മത്തുൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതും അതാണ്. അയിമ്മത്തിന്റെ ഇടയിലുള്ള ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം, അത് റഹ്മത്താണ്, ശാഖപരമായ വിഷയമാണ്. അതേ സ്ഥാനത്ത് വിശ്വാസത്തിൽ എല്ലാവരും
ഒന്നാണ്, എല്ലാവരുടെയും വിശ്വാസം ഒന്നാണ്, എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. എന്നാൽ അശ്അരിയത്ത്, മാതുരീദിയത്ത് എന്ന് പറയുന്ന ഈ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് തിരിക്കപ്പെട്ട വിഭാഗമാണ് മറ്റു വിഭാഗങ്ങളെല്ലാം. അതിൽപ്പെട്ട വിഭാഗമാണ് റവാഫിദിയാക്കൾ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. റാഫിദിയാക്കൾ, ഷിയാക്കൾ എന്നൊക്കെ പറയുന്നത് അവരുടെ പേച്ച വിശ്വാസങ്ങൾ ധാരാളം ഉണ്ട്. മഹാന്മാര് പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. അതായത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം പറഞ്ഞു. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്ന് തുടങ്ങിയ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മാത്രമല്ല ആ സ്വഹാബത്തിനെ പിൻപറ്റുന്നവർക്കും അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട് എന്ന്, അവർക്ക് സ്വർഗവും അള്ളാഹുവിന്റെ ലിഖാഉമുണ്ട് എന്നെല്ലാം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തുന്ന വിഭാഗമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശം അവരെ സ്വഹാബത്തിനെ സംബന്ധിച്ച് നല്ലത് പറയുക, നല്ലത് വിശ്വസിക്കുക, നല്ലത് ചിന്തിക്കുക എന്ന നിലക്ക് സ്വഹാബത്തിന്റെ ആ ഇഹ്സാൻ കൊണ്ട് കൊണ്ടുവരുന്ന ഹക്കിന്റെ അഹ്ലുകാരായ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പല നിലക്കും സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവരാണ്. ഇബ്നു കസീർ അടക്കം സൂറത്തു തൗബയുടെ ഈ 100-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവർ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നിസ്സാരപ്പെടുത്തുന്നവർ, അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഖുലൂബുഹും അന്ന ഖുലൂബുഹും മഅകൂസ വ ഉഖൂലുഹും മൻകൂസ. അവരെ മനസ്സുകളൊക്കെ മാറ്റം അവർ എല്ലാം തിരിക്കപ്പെട്ടതാണ്, അവരെ ബുദ്ധി ശരിയല്ല എന്നും അവരെ മനസ്സ് ശരിയല്ല എന്നൊക്കെ ഇബ്നു കസീർ അടക്കം സൂറത്തു തൗബ 100-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഏതായാലും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറഞ്ഞ വിഭാഗമാണ് റാഫിദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. ആ റാഫിദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ സ്വഹാബത്തിനെ ആക്ഷേപിച്ചവർ മാത്രമല്ല, 3 ഖലീഫമാരായ സാദാത്തുന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവിടെ ഖിലാഫത്തുർ റാഷിദയെ സംബന്ധിച്ച് അത് ഖിലാഫത്തുൽ ഗാസിബയാണ് എന്ന് പച്ചഭാഷയിൽ വിശ്വസിക്കുന്നവരും എഴുതുന്നവരാണ് റവാഫിദിയാക്കൾ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. മാത്രമല്ല അഖീദിന്റെ വിഷയത്തിൽ ഷെയ്ഖൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാദാത്തുന സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമാനെ ചീത്ത പറയുന്ന വിഭാഗമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ എല്ലാ സ്വഹാബത്തിനേക്കാളും, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും, ഉമർ റളിയല്ലാഹുവിനേക്കാളും മഹത്വമാണെന്ന് പറയുന്ന വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. മാത്രമല്ല അവിടെ ഒരുപാട് വിശ്വാസങ്ങൾ, പരിശുദ്ധ ഖുർആൻ നാഖിസാണെന്നും അതിന്റെ ചില സൂറത്തുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലത്തെ സ്വഹാബത്ത് അത് കുറച്ചിട്ടുണ്ട് എന്നും, മാത്രമല്ല ഒരുപാട് ആയത്തുകൾ കുറച്ചു എന്ന് ചിലർ പറയുമ്പോൾ ചില ലഫ്ലുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും ഷിയാക്കളിൽ പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അഹ്ലു ബൈത്തിന്റെ ചില ഇമാമിയങ്ങൾ മറ്റു അമ്പിയാക്കളെക്കാളും മഹത്വമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മാത്രമല്ല നന്മകളുടെ സൃഷ്ടാവ് റബ്ബാണെങ്കിൽ തിന്മകളുടെ സൃഷ്ടാവ് മനുഷ്യൻ തന്നെയാണെന്നും, മാത്രമല്ല അയിമത്തുൽ ഇസ്ന അശർ, അതായത് അഹ്ലു ബൈത്തിന്റെ 12ഓളം ഇമാമിങ്ങളെ സംബന്ധിച്ച് മഅസൂമിങ്ങളാണ്, മലായികത്തു അംബിയാക്കൾ മാത്രമാണ് മഅസൂമിങ്ങൾ എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുമ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട 12ഓളം ഇമാമിങ്ങൾ അവർ മഅസൂമിങ്ങളാണ്, അഹ്ലു ബൈത്ത് മഅസൂമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. മാത്രമല്ല അങ്ങനെ ഒരുപാട് പിയച്ച വിശ്വാസമുള്ളത് ഷിയാക്കൾക്ക് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. മാത്രമല്ല ഷിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ പല വിധത്തിലും ആക്ഷേപിക്കുകയും തള്ളിപ്പറഞ്ഞ വിഭാഗമാണ്. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് അവര് എത്ര ലഅനത്തുഅനാണ് അവരെ പുസ്തകങ്ങൾ എഴുതി വെച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഷിയാക്കളുടെ
പ്രധാനപ്പെട്ട ഒരാളായ മുല്ല ബാക്കിർ മജ്ലിസി തന്റെ ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതുന്നത് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ. ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കളവ് നിർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മകൻ ബാക്കിർ റളിയല്ലാഹു അൻഹു മകൻ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് ആ മഹാനവറുകളിലേക്ക് ചേർത്തിക്കൊണ്ട് പച്ചക്കളവ് പറയുന്നു. മഹാനവറുകൾ പറഞ്ഞു, നരകത്തിന്റെ 7 വാതിലുകളാണ്. ഒരു വാതിൽ പ്രവേശിക്കുന്നത് ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ, ഇത് അബൂബക്കർ, ഉമർ, ഉസ്മാനാണ് എന്ന് പച്ച ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുല്ല ബാക്കിർ മജ്ലിസി എന്ന് പറയുന്ന ഷിയാ മൗലവി ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അതുപോലെ ഹഫ്സ ബീവി, ഹിന്ദ് ഉമ്മുൽ ഹകം അടക്കമുള്ളവരെ ആക്ഷേപിക്കുകയും മാത്രമല്ല സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, മുആവിയ പോലത്തെ സാദാത്യങ്ങളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ അവർ ബിംബങ്ങളാണെന്ന് പോലും, അവർ സൃഷ്ടികളെ കൂട്ടത്തിൽ വളരെ മോശപ്പെട്ടവരാണെന്നും അങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ മുല്ല ബാക്കിർ മജ്ലിസി ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞ ഷിയാ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തഖ്രീബുൽ മആരിഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചത് അലി ഇബ്നു ഹുസൈൻ. സാധാരണ ഷിയാക്കൾ അവരെ കുറിച്ച് പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന പദം അമ്പിയാക്കൾ മലായിക്കത്തിനെ സംബന്ധിച്ചാണ് അഹ്ലുസുന്നയുടെ ശൈലി അലൈഹിസ്സലാം, അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് അവർ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ പറഞ്ഞ സ്വഹാബത്തിനെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴും അലൈഹിസ്സലാം, അലി അലൈഹിസ്സലാം, ഹുസൈൻ അലൈഹിസ്സലാം എന്ന പദം ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഷിയാക്കളിൽ സാധാരണയിലാണ്. അങ്ങനെ തഖ്രീബുൽ മആരിഫ് എന്ന പുസ്തകത്തിൽ അലി ഇബ്നു ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളെയും അവർ സത്യനിഷേധികളാണ് എന്ന് പോലും തഖ്രീബുൽ മആരിഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ് ഷിയാക്കൾ. ഇലലു ശറാഇ എന്ന പുസ്തകത്തിൽ ഇമാം മുഹമ്മദ് ബാക്കിർ റളിയല്ലാഹുവിന്റെ പേരിൽ പച്ച കളവ് നിർമ്മിക്കുന്നു. ഇമാം മഹദി, ഇവിടെ ബാക്കിർ തങ്ങൾ പറഞ്ഞത്രേ, ഇമാം മഹദി വരുന്ന സമയത്ത് ആയിഷ ബീവിയെ ജീവിപ്പിച്ചുകൊണ്ട് ഹദ്ദടിക്കും എന്നൊക്കെ ഹഖുൽ യഖീനിൽ മുല്ല ബാക്കിർ മജ്ലിസി 500-ാമത്തെ പേജിൽ, 519-ാമത്തെ പേജ്, 522, അതുപോലെ 347 തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പച്ചഭാഷയിൽ പറയുകയാണ്. ഹയാത്തുൽ ഖുലൂബ് മുല്ല ബാക്കിർ മജ്ലിസി 2-ാം വാല്യം 610, 611 വിഷയം പറയുക, ഇതുപോലത്തെ വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല നിലക്കും സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും ഖബർ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടിട്ട് അവരെ പല വിധത്തിൽ ശിക്ഷിക്കും എന്നും നിങ്ങൾ എന്തുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് പിടിച്ചു വെച്ചു എന്ന് ചോദ്യം ചെയ്യുമെന്നൊക്കെ ഇമാം മഹദി അങ്ങനെല്ലാം പ്രവർത്തിക്കുമെന്നും പച്ച ഭാഷയിൽ ഹഖുൽ യഖീൻ എന്ന പുസ്തകത്തിൽ മുല്ല ബാക്കിർ മജ്ലിസി 361, 362 പറയുകയാണ്. അങ്ങനെ പല വിധത്തിൽ സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. ആ ഷിയാക്കളെ വിശ്വാസം, അതായത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖിലാഫത്ത് പിടിച്ചു വെച്ച് സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, സാദാത്തുന റളിയല്ലാഹു അൻഹും അവിടെ ഖിലാഫത്തുർ റാഷിദയല്ല, അത് ഖിലാഫത്തുൽ ഖാസിബയാണെന്നും മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു അവർ ഖിലാഫത്ത് അംഗീകരിച്ചത്, അവരെ മഹത്വങ്ങളൊക്കെ പറഞ്ഞത് അത് ഒരു കാട്ടിക്കൂട്ടലാണ്, അത് ഭീരുത്തരമാണ് എന്ന് പോലും പച്ചഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. ഹയാത്തുൽ ഖുലൂബിലും അതുപോലെ അവരുടെ പുസ്തകങ്ങളായ നഫ്സുർ റഹ്മാൻ ഫി ഫളാഇലി സൽമാൻ 11-ാമത്തെ ബാബിലും അൻവാർ നുഅ്മാനിയ 1-ാം വാല്യം 104-ാമത്തെ പേജിലും ഇഹ്തിജാദ് തൊബ്രസി, ഷിയാക്കളെ ഒരു പ്രമുഖനാണ് തൊബ്രസി എന്ന് പറയുന്ന വ്യക്തി. ആ തൊബ്രസിയുടെ ഇഹ്തിജാജ് 107 മുതൽ 115-ാമത്തെ പേജിലും അതുപോലെ ജിലാഉൽ ഉയൂൻ 1-ാം വാല്യം 216-ാമത്തെ പേജ്, ഹഖുൽ യഖീൻ ബാബ് 5 115-ാമത്തെ പേജിലും തഹദീബുൽ മതീൻ ഫി താരീഖ് അമീറുൽ മുഅ്മിനീൻ 1-ാം വാല്യം 276-ലും ഹംല ഹൈദരി 282-ലും അതുപോലെ മജാലിസുൽ മുഅ്മിനീൻ 1-ാം വാല്യം 224 തുടങ്ങിയ പുസ്തകങ്ങളിലെല്ലാം ഷിയാക്കൾ പച്ച ഭാഷയിൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു തള്ളിക്കളയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം എല്ലാവരും മുർത്തദുകളായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ്, മിഖ്ദാദ്, സൽമാൻ, അബൂദർ റളിയല്ലാഹു അൻഹും പോലത്തെ ആളുകൾ വെച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾ മുർത്തദായിട്ടുണ്ട് എന്നൊക്കെ പച്ച ഭാഷയിൽ എഴുതി വെച്ചവരാണ് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അതുകൊണ്ട് ആ ഷിയാക്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപത്തിനെ
ആ രൂപത്തിന് തിരിച്ചു പോയവരാണ്. ആ ഷിയായിസം പ്രചരിപ്പിച്ച ആളാണ് കുണ്ടൂട്ടി ത്വരീഖത്തിന്റെ ആളുകളെന്ന് ഈ സമയത്ത് പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്തിന്റെ മക്കളായ പൊന്നാനി മഖ്ദൂമിങ്ങൾ നേതൃത്വത്തിൽ മലബാറിൽ സുന്നത്ത് ജമാഅത്ത് നടക്കുമ്പോൾ അശ്അരിയത്തിന്റെ ആ പവിത്രമായിരിക്കുന്ന സരണി മഖ്ദൂമിങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ മഖ്ദൂം അലി മഹാഇമിയുടെ നാടായ അറൂസുൽ ബിലാദ് ബോംബെയിൽ നിന്ന് ആട്ടിവടിക്കപ്പെട്ട കുണ്ടൂട്ടി ത്വരീഖത്തിന്റെ ബാത്തിലത്തായ ശൈഖന്മാർ ഇതാ നമ്മുടെ മലബാറിലേക്ക് വന്നിട്ട് കള്ളത്വരീഖത്തിന്റെ മുഖേന ഇവിടെ ഷിയായിസം പ്രചരിപ്പിച്ചവരാണ്. മാത്രമല്ല ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരെ തെറ്റിദ്ധരിപ്പിക്കാനും പലരും പല വിധത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കൊണ്ടോട്ടി ത്വരീഖത്തിന്റെ ശൈഖന്മാര് അവര് വന്ന സമയത്ത് ആ സമയത്ത് ശക്തമായിട്ട് രംഗത്ത് വന്നത് അസ്സയ്യിദുൽ ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ. ആ മഹാനവറുകളും മമ്പുറം ഖുതുബുസ്സമാൻ മൗലദ്ദബീല മമ്പുറം തങ്ങളെ അമ്മാവനായിരിക്കുന്ന സയ്യിദുൽ ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായി അതിനെ എതിർക്കുകയും കൻസുൽ ബറാഹീൻ അതുപോലെ നതീജത്തുൽ ഇഷ്കാൽ കവാക്കിബുൽ അൻവാർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും അതുപോലെ ബൈറൂത്തിൽ നിന്ന് അച്ചടിക്കപ്പെട്ട മമ്പുറം തങ്ങളുടെ മൗലൂദ് ഗ്രന്ഥം അവിടുത്തെ മകനായ ഫضل മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആശീർവാദ പ്രകാരം ഉണ്ടാക്കിയ മൗലൂദ് ഗ്രന്ഥത്തിലും അങ്ങനെ തുടങ്ങിയ എല്ലാ ഗ്രന്ഥത്തിലും കൊണ്ടോട്ടി കള്ളത്വരീഖത്തുകാരെ സംബന്ധിച്ച് അവിടെ പിയച്ച വിശ്വാസങ്ങളും അവരെ വാദങ്ങളും അവർ മഅരിഫത്തിനെ വാദിച്ചിരുന്നതും എല്ലാം വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും കുണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറയുന്ന ആ കള്ളത്വരീഖത്തിന് അക്കാലത്തുള്ള പൊന്നാനി മഖ്ദൂമിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും അതുപോലെ ജിഫ്രി സാദാത്തിങ്ങളിൽപ്പെട്ട പ്രമുഖനായ സയ്യിദുൽ ജിഫ്രിൽ കാലിക്കോത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരെല്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയയിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വകളും അതിനെ സംബന്ധിച്ച് ശേഖരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ അശ്അരിയത്ത് മാതുരീദിയത്തിന്റെ ആ യഥാർത്ഥ റൂട്ടുകളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അതിന്റെ ശക്തിപ്പെടുത്തുന്ന ആ തറക്ക് ശക്തിപ്പെടുത്തുന്ന മഖ്ദൂമി പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്, അതുപോലെ ഉത്തർപ്രദേശിൽ പിൽക്കാലത്ത് ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് സരണിയും സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തിയവരാണ്. ഈ രണ്ട് സരണിൽ നിന്നും എല്ലാ നിലക്കും ആശീർവാദം സ്വീകരിച്ച ഗ്രന്ഥരചനകൾ സമർപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവറുകളും ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയയിൽ ഈ കുണ്ടോട്ടി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഫത്വ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് തിരിച്ചു പോയ വിഭാഗമാണ് ഷിയായിസം. ആ ഷിയായിസം എന്ന് പറയുന്നത് കള്ളത്വരീഖത്തുകാരെ മുഖേന മലബാറിലും കൊണ്ടുവരാൻ പരിശ്രമിച്ചു. അത് ഒന്നാമത്തെ ആള് കല്യാണിൽ നിന്ന് ബോംബെ കല്യാണിൽ നിന്ന് വന്ന് നമ്മുടെ മലബാറിലേക്ക് വന്ന് കുണ്ടോട്ടിയിൽ വന്ന് താമസിച്ചിരുന്ന ആ കുണ്ടോട്ടി ബാത്തിലത്തായിരിക്കുന്ന മശായിഖുകളാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നു. അതിനെ ശക്തമായി രംഗത്ത് എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരോട് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ ഷെയ്ഖ് ജിഫ്രിൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹിയുടെ വലിയ ബന്ധം സ്ഥാപിച്ച മഹാനാണ് ഷഹീദുൽ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ. അതുകൊണ്ട് ആ മഹാന്മാരുടെ റൂട്ടിലാണ് നാം ജീവിക്കേണ്ടത്. കള്ളത്വരീഖത്തുകാരെ തൊട്ട് നമ്മൾ നിൽക്കേണ്ടതും അവരെ സഹവാസം അതുപോലെ അവരുടെ ഖബറിന്റെ സഹവാസം എല്ലാത്തിലും തൊട്ട് ദൂരെ നിന്ന് ഹക്കിന്റെ അഹ്ലുകാരെ തെറ്റിദ്ധരിക്കാതെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തിലായി ജീവിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും എന്റെ നഫ്സിനോടും കേൾക്കുന്ന ആളുകളോടും സർവ്വ മുഅ്മിനീങ്ങളോടും ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ദർബാറിൽ നിന്ന് അദ്റാസത്തുൽ അസ്ഹരിയ ഈ സന്ദേശം നിങ്ങൾക്ക് അറിയിക്കുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.